പുലി തന്നെ, വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ എനക്കറിയാ പുലിന എന്നല്ലാന്ന് ഇവള് പറയുന്നു, ഒറ്റ വാക്ക് പറയുന്നു. എല്ലാവരും പേടിയില്ല ഉള്ളേ. അങ്ങനെ വന്നിട്ട് ഇങ്ങേക്കാ ഒരു പാഞ്ഞിന് ആ ഈ പച്ചകള് പോയത് മകിരിവ് വാങ്ങി കൊട്ടേൻ്റെ രസാണ്. അതുവരെ അവര് മേലോട്ട് നോക്കിയിട്ട് നിന്നിട്ട്. കണ്ണാടിപ്പറമ്പ് കയ്യങ്കോട് പ്രദേശം അജ്ഞാത ജീവിയുടെ ഭീതിയിൽ. പുലി ഇറങ്ങിയെന്നാണ് സംശയം. പലരും പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. കണ്ണാടിപ്പറമ്പ് ചേലേരി കയ്യങ്കോട് പ്രദേശം പുലി ഭീതിയിലാണ്. കഴിഞ്ഞ 2 ദിവസമായി പല ഭാഗങ്ങളിലും പുലിയെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ജീവിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. വൈകുന്നേരം കണ്ടത്. ഞാൻ അവിടെ ഇരുന്നിട്ട് അറിയത്തിരുന്നിട്ട് ഫോൺ കാണുന്നുണ്ടായിന്. അപ്പോ ഇങ്ങനെ കൊച്ചന്റെ സൗണ്ട് കേട്ടിട്ടാ നോക്കിയത്. അപ്പോ ഇങ്ങനെ തുള്ളുന്നതാ കണ്ടത്. തുള്ളിയിൽ കൊച്ച സൗണ്ട് ആക്കിയ പാട് ആ സാധനം അങ്ങേക്ക് തോട്ടിന്റെ അങ്ങേക്ക് തുള്ളിയിട്ട് മറിഞ്ഞിട്ടുണ്ടായി. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ആളെല്ലാം വന്ന് പരിധി നോക്കി കണ്ടിട്ടില്ല, ഇരുട്ടായി. പട്ടിന്റെ ഹൈറ്റ് ഉണ്ട്, എന്തായാലും നല്ല ഹൈറ്റ് ഉണ്ട്. ആ ഒരു എന്താ പറയാ, ഒരു അടയാളെല്ലാം കണ്ടിന്, അതിന്റെ ആ ഒരു വരയും ആ സംഭവം എല്ലാം കണ്ടിന്. പട്ടിയല്ലാന്ന് ഉറപ്പാ. ചേലേരി കയ്യങ്കോട് ഭാഗത്ത് തിങ്കളാഴ്ച സന്ധ്യയോടെയാണ് തസ്നി അജ്ഞാത ജീവിയെ കണ്ടത്. ഇതിനുശേഷം പലരും പല ഭാഗങ്ങളിലും പുലിയെ കണ്ടതായി പറഞ്ഞിട്ടുണ്ടെന്ന് പ്രദേശവാസിയായ നൂറുദ്ദീനും പറഞ്ഞു. എൻ്റെ അയൽവകത്തെ ഒരു തസ്നി എന്നാണ് കുട്ടിയാണ് കണ്ടത്. അതിന് കണ്ടതിന് ശേഷം ഞാൻ എനിക്ക് വിവരം കിട്ടുകയും ഞാൻ അതിൻ്റെ തലേന്ന് എൻ്റെ സുഹൃത്ത് അവിടെ സിദ്ദീഖ് പള്ളിൻ്റെ അടുത്തുള്ള കുന്നിൻ്റെ മുകളിൽ കണ്ടെന്ന് പറഞ്ഞു. അവൻ രണ്ടാമത് വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്ക് ആ സാധനം മറിയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അവന് എൻ്റെ സുഹൃത്തിനെയും കൂടി വിളിച്ചിട്ട് ഇത് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇത് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞതാണ്. അത് ഇപ്പോൾ ഞാനത് വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇന്നലെ 2 ഓട്ടോക്കാർ കണ്ടതായിട്ട് പറഞ്ഞു. അത് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുകയും വല്ല കളിയാക്കുന്നത് കൊണ്ടാണ് അവർ കാര്യങ്ങൾ പുറത്തു പറയാതെ ഇരുന്നത്. ഇന്നലെ പള്ളിപ്പറമ്പ് ഭാഗത്തുനിന്ന് രാത്രി ഒരു 10:30 മണി സമയത്ത് ആ ഖബർസ്ഥാനിൻ്റെ അവിടുന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓട്ടോക്കാരോട്, മുഖ്യ ഓട്ടോക്കാരോട്. അതേപോലെ 2 ഓട്ടോക്കാർ നമ്മൾ സിദ്ദീഖ് പള്ളിൻ്റെ അവിടുന്നും, ഒരു ഓട്ടോക്കാരൻ സിദ്ദീഖ് പള്ളിൻ്റെ അവിടുന്നും, കയ്യങ്കോട് സിദ്ദീഖ് പള്ളിൻ്റെ അവിടുന്നും, ഒരു ഓട്ടോക്കാരൻ കാരേപ്പ് പള്ളിയിലേക്ക് ഇറങ്ങുന്ന ആ റോഡിൻ്റെ ആ അടുത്ത ഭാഗത്തുള്ള കാട്ടിലും കണ്ടതായിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചു പറയുന്നത്. നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ ഭയമാണിപ്പോൾ. സന്ധ്യയായാൽ ആരും പുറത്തിറങ്ങുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തെരുവു നായകളെ പോലും ഇപ്പോൾ കാണാനില്ല. നമ്മക്ക് ഭയങ്കര പേടിയായിട്ട് 6 മണി കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങലില്ല. എന്നാലും ഇവൾ എന്നെ കുറെ വിളിച്ചിന് പോലും ഞാൻ കേട്ടിട്ടില്ല. ഞാനൊന്നും എന്നിട്ട് എന്നോട് പറയുന്നു, ഉമ്മമ്മാനെ കുറെ വിളിച്ചിന്, ഉമ്മമ്മ കേട്ടിട്ടില്ല. പുലി തന്നെ, വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ എനക്കറിയാ പുലിന എന്നല്ലാന്ന് ഇവള് പറയുന്നു, ഒറ്റ വാക്ക് പറയുന്നു. മറ്റു നായ 5ഉം 10 നായ ഇതിലേ കൂടിയല്ല നമ്മളെ മിറ്റത്തെ കൂടിയെല്ലാം ഓടുന്ന കാണാ. ഇപ്പം കുറേ ദിവസമായി പട്ടികളില്ലാതെ. ഒരു പരിയുണ്ടാടാ, ആ പൊരമ്മലുണ്ടായാലുണ്ട് 5ഉം 10 നായി. ആർന്ന് കുരക്കുന്നോ കേൾക്കാം. പിന്നെ ഇപ്പം കുറേ ദിവസമായി ആർന്ന് കുരക്കുന്ന കേൾക്കാതെ. കയ്യങ്കോടിന് പുറമെ നൂഞ്ഞേരി, പള്ളിപ്പറമ്പ്, ഖബർസ്ഥാനിന് സമീപം എന്നിവിടങ്ങളിലെല്ലാം അജ്ഞാത ജീവിയെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. ചില കാൽപ്പാടുകൾ കയ്യങ്കോട് വയലിൽ കണ്ടെത്തിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ പുലി ഇറങ്ങാനുള്ള സാധ്യത വിരളമാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാട്ടുപൂച്ചയെപ്പോലുള്ള ജീവികൾ ഇറങ്ങുന്നുണ്ട്, ഇതാവാനാണ് സാധ്യത. ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.